ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത്രയൊക്കെ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണെന്ന് കൂടി പറയാം. യൂണിറ്റി മീൻസ് ഇൻ്റഗ്രേഷൻ ഓർ സോളിഡാരിറ്റി. ഇൻ സൊസൈറ്റി യൂണിറ്റി റെഫേഴ്സ് ടു ഇൻ്റഗ്രേഷൻ ഓർ വി ഫീലിംഗ്. അതായത് നമ്മളെല്ലാവരും ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വി ഫീലിങ്ങിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഇറ്റ്സ് നോട്ട് ഓപ്പോസിറ്റ് ടു ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റിക്ക് ഓപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമല്ല യൂണിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി മീൻസ് വി ഫീലിംഗ്, അല്ലെങ്കിൽ എല്ലാവരും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഇന്ത്യയിലുള്ള എല്ലാവരും ഒന്നാണ് എന്നൊരു ഫീലിങ്ങിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. പൊതുവേ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയാറുണ്ട്. ഡൈവേഴ്സിറ്റി പോലെ തന്നെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റി ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ജിയോഗ്രാഫിക്കൽ യൂണിറ്റി. ജിയോഗ്രാഫിക്കൽ യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ പല ടൈപ്പ് ജിയോഗ്രാഫിക് സ്ട്രക്ചർ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ബൗണ്ടറി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ 4 ബൗണ്ടറി ഇന്ത്യയിൽ ഉള്ള എല്ലാവർക്കും സെയിം ആണ്. അതായത് 3 ഭാഗങ്ങൾ കടലാൽ ചുറ്റപ്പെട്ടതും അതുപോലെ തന്നെ ഒരു ഭാഗം ഹിമാലയ മൗണ്ടെയ്ൻസ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ഇന്ത്യയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ എല്ലാവർക്കും സെയിം ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ജിയോഗ്രാഫിക്കൽ യൂണിറ്റി ആയിട്ട് പറയാൻ പറ്റും. അതായത് നമ്മൾ ഭാരത് മാത എന്നൊക്കെയാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നത്. അതുപോലെ തന്നെ ജനഗണമന, ഇന്ത്യയുടെ ഒരു ദേശീയ ഗാനം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇന്ത്യയിലെ ജിയോഗ്രാഫിക് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാവർക്കും സെയിം ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ജിയോഗ്രാഫിക്കൽ യൂണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് പൊളിറ്റിക്കൽ യൂണിറ്റി. ഇന്ത്യയിൽ സ്റ്റാർട്ടിങ് തന്നെ പൊളിറ്റിക്കൽ യൂണിറ്റി ഉള്ളതായിട്ട് കാണാം. ആൻഷ്യൻ പീരീഡിലായാലും അതുപോലെ തന്നെ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ് ആയാലും പൊളിറ്റിക്കൽ യൂണിറ്റി ഉള്ളതായിട്ട് പറയും. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് മാറി. അറ്റ് പ്രസൻസ് ഓൾ ഇന്ത്യൻസ് ഷെയർ ദ സെയിം പൊളിറ്റിക്കൽ കൾച്ചർ മാർക്ക്ഡ് ബൈ ദ നോംസ് ഓഫ് ഡെമോക്രസി, സോഷ്യലിസം, സെക്യുലറിസം. അതായത് ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡെമോക്രസി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ് ഉള്ളത്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും സെയിം ആണ്. അതുപോലെ സെക്യുലറിസം, സോഷ്യലിസം, ഇതൊക്കെ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഡെമോക്രസി, സോഷ്യലിസം, സെക്യുലറിസം ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ പൊളിറ്റിക്കൽ യൂണിറ്റി ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വി ഹാവ് സോഷ്യൽ യൂണിറ്റി. അതായത് സോഷ്യൽ യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റി ഉണ്ട്, ഡിഫറെൻറ്റ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ കോമൺ ഫാക്ടേഴ്സ് നമുക്ക് സോഷ്യൽ യൂണിറ്റി ആയിട്ട് പറയാം. അതായത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന കാര്യത്തിൽ, അങ്ങനെയുള്ള ഒരുപാട് കോമൺ ഫീച്ചേഴ്സ് ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ട്. ഇതൊക്കെ നമുക്ക് സോഷ്യൽ യൂണിറ്റി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഉള്ളതുപോലെ തന്നെ ഇന്ത്യയിൽ സോഷ്യൽ യൂണിറ്റി ഉള്ളതായിട്ടും നമുക്ക് പറയാം. നെക്സ്റ്റ് വി ഹാവ് ഫിലോസഫിക്കൽ യൂണിറ്റി. അതായത് ഇന്ത്യയുടെ ഫിലോസഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫിലോസഫിക്കൽ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്സ് ഓഫ് ഫിലോസഫി ഉണ്ടെങ്കിലും ഇന്ത്യയിൽ വേദിക് ഫിലോസഫി, ബുദ്ധിസ്റ്റ്, ജൈനിസം ഇതുപോലുള്ള ഒരുപാട് ഫിലോസഫികൾ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ബുദ്ധിക് പീരീഡിൽ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ജീവിച്ചതായിട്ടും ഇന്ത്യയിൽ സെയിം ഫിലോസഫി ഫോളോ ചെയ്തിട്ടുള്ളതായാലും നമുക്ക് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉള്ള ഫിലോസഫിക്കൽ തോട്ട് എപ്പോഴും ഇന്ത്യക്ക് ഒരു സെയിം ഫിലോസഫിക്കൽ തോട്ട് ഉണ്ടാവാം. ഇതിന് നമുക്ക് ഫിലോസഫിക്കൽ യൂണിറ്റി ആയിട്ട് പറയാം. നെക്സ്റ്റ് വി ഹാവ് കൾച്ചറൽ യൂണിറ്റി. ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്സ് ഓഫ് കൾച്ചർ ഉണ്ട്, പലതരത്തിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, പല ടൈപ്സ് ഓഫ് ഡ്രസ്സിങ് സിസ്റ്റം ഉള്ളതായിട്ട് പറയാൻ പറ്റും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കൾച്ചറൽ യൂണിറ്റി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ പല ടൈപ്സ് ഓഫ് കൾച്ചർ കൂടി ചേർന്നിട്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യയുടേതായ ഒരു